അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ്. പൂരിയും പൊട്ടറ്റോ കറിയാണ്. ഒരു അടിപൊളി സബ്ജിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുക്കർ എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പരിപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഒരു 1/2 കപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വാട്ടറും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു 2 വിസിലടുപ്പിക്കാം. അപ്പോൾ അത് വിസിലടിക്കാൻ നിൽക്കട്ടെ. ഇനി നമുക്കിതിലേക്കുള്ള പൂരി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നല്ല ഉമിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ അരിച്ചാണിത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മൾ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ പരിപ്പും ഗ്രീൻ പീസും നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 പൊട്ടറ്റോ ഇതുപോലെ വലുതായി മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുക്കാം, 2 പച്ചമുളക്, പിന്നെ അതിലേക്ക് ഒരു സവാള ഇതുപോലെ വലുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. അപ്പം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം ഈ ഒരു ലെവലാവുന്ന വരെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വിസിലടുപ്പിക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 2 വിസിലടുപ്പിക്കാം. അപ്പോൾ അത് അടിക്കുന്ന നേരം നമുക്ക് എന്ത് ചെയ്യാം, പൂരി റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ കയ്യിലൊന്നും ഒട്ടാത്ത രീതി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടി ഇതുപോലെ ചെറിയ ബോളാക്കി വെക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ പൂരിക്ക് വേണ്ട ബോളെല്ലാം, ഗോതമ്പിൻ്റെ ബോളെല്ലാം നമ്മൾ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പത്തിരി പ്രസ് എടുത്തിട്ട് എന്ത് ചെയ്യാം, പൂരി ഉണ്ടാക്കാം. അപ്പം ഞാനിത് പരത്തി വലിയ പൂരിയല്ല ഉണ്ടാക്കുന്നത്, കുഞ്ഞു കുഞ്ഞു പൂരിയാണ് ഉണ്ടാക്കുന്നത്. അതാണ് പത്തിരി പ്രസ് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ 2 സൈഡിൽ എണ്ണ തൊട്ട് ഓരോ ബോൾ ഇതുപോലെ വെച്ച് കൊടുത്ത് പ്രസ് ചെയ്തെടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പരത്തി എടുക്കും വേണ്ട, ഒത്തിരി എണ്ണയും പിടിക്കത്തില്ല. ഇങ്ങനത്തിനകത്ത് നമ്മൾ എണ്ണ തൂക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പൊരിക്കണ സമയത്ത് ഇതിലൊട്ടും എണ്ണ പിടിക്കില്ല. പിന്നെ നമ്മൾ ഏത് ഓയിലുകൊണ്ടാണോ പൊരിക്കുന്നത് ആ സെയിം ഓയിലാണ് നമ്മളിവിടെ ഇതിന്മേൽ തൂത്ത് കൊടുക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാ ബോൾസും ഇതുപോലെ എന്ത് ചെയ്യാം, എടുത്ത് പൊരിക്ക് വേണ്ടി സെറ്റാക്കി വെക്കാം. ഇനി ഒരു പാൻ എടുത്ത് ഇത് പൊരിക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പൂരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ മെല്ലെ തൊട്ടെടുക്കുമ്പോൾ നന്നായിട്ട് ബോളായി ഇങ്ങനെ പൊന്തി വരും. ഇങ്ങനെ നന്നായിട്ട് പൊന്തി വരുമ്പോൾ നല്ല സോഫ്റ്റും ആയിരിക്കും, ഒട്ടും തന്നെ എണ്ണ ഇതിന്മേൽ പിടിക്കത്തുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ 2 വശവും ഒന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് വാർത്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പൂരി കംപ്ലീറ്റ് ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കറി നമുക്ക് ഓപ്പൺ ചെയ്ത് ഇതുപോലെ ഈ കിഴങ്ങെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒത്തിരി അങ്ങ് ഉടക്കണ്ട, പക്ഷേ ഈ വലിയ പീസ് ഒന്നായിട്ടൊന്ന് ഉടച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇനി ഇതവിടെ മാറ്റി വയ്ക്കാം. നമുക്കിത് എന്ത് ചെയ്യാം, ഇതിക്കൊന്ന് കടുക് വറുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കുക്കറിലുള്ള കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സബ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പഠിക്കാൻ പോയ സമയത്ത് കഴിച്ചിരുന്നൊരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ കിഴങ്ങ് ഇതിൻ്റെ മേളൊരു അല്പം മല്ലിച്ചപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് മുകളിലായിട്ട് ഒരല്പം കുരുമുളക് പൊടി 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കിഴങ്ങറി ഇവിടെ സെറ്റായിട്ടുണ്ട്. കിഴങ്ങറി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അത് പൂരിയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവർ എല്ലാവർക്കും താങ്ക് യു.